ചിതയിൽ അഗ്നി പകരുകയാണ് മക്കൾ. വിനീതും ധ്യാനും ചേർന്നാണ് അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. ചിതയിലേക്ക് അഗ്നി പകരുകയാണ്. ശ്രീനിവാസൻ ഇനിയില്ല. പക്ഷേ ശ്രീനിയുടെ രചനാപ്രപഞ്ചം, ശ്രീനിയുടെ ചലച്ചിത്ര പ്രപഞ്ചം അത് ഈ മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാകും. ഇനി വരുന്ന തലമുറകളെയും ആനന്ദിപ്പിക്കാൻ, ഇനി വരുന്ന തലമുറകളെയും ചിന്തിപ്പിക്കാൻ, ഇനി വരുന്ന തലമുറകളെയും പ്രചോദിപ്പിക്കാൻ ശ്രീനിയുടെ കഥാപാത്രങ്ങൾ മലയാളികളോട് സംവദിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ഓരോ കഥാപാത്രത്തെയും കണ്ട് നമ്മൾ അത്ഭുതപ്പെടും, രസിക്കും, ചിരിക്കും, കരയും. തളത്തിൽ ദിനേശനും വിജയൻ മാഷും ഇനി ഉണ്ടാകും ഇവിടെ. കത്താൻ ഭാസ്കരനും കോലറക്കൽ മൊയ്തൂട്ടി ഹാജിയും ഇനിയും ഉണ്ടാകുന്നു ഇവിടെ. ശ്രീനിവാസൻ മടങ്ങുന്നു. ശ്രീനിവാസൻ ഒരു ഓർമ്മയായി മാറുന്നു. ശ്രീനിവാസൻ്റെ രചനാപ്രപഞ്ചം, ശ്രീനിവാസൻ്റെ രചനാലോകം അതിവിടെ ബാക്കിയാണ്. ചിതയ്ക്ക് അഗ്നി പകർന്നു കഴിഞ്ഞിരിക്കുന്നു. മക്കൾ ദുഃഖഭാരത്തോടെ അവിടെ നിന്ന് നീങ്ങുകയാണ്. ഈ മനുഷ്യർ ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്കുകണ്ട് അശ്രുപൂജ അർപ്പിച്ച് ശ്രീനിയെ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് മടങ്ങുകയാണ്. പേരക്കുട്ടികൾ, മരുമക്കൾ, അടുത്ത ബന്ധുക്കൾ ശ്രീനിവാസൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ചിത കത്തുകയാണ്. ഈ ചിതയിലെ കനലുകൾ കെട്ടാലും ശ്രീനിവാസൻ കൊളുത്തിയ അഗ്നിനാളങ്ങൾ അത് എല്ലാ കാലത്തും മലയാളികൾക്കായി ഉണ്ടാകും. മലയാള ചലച്ചിത്ര ലോകത്തെ ഒരു അഗ്നിസ്ഫുലിംഗമായി ശ്രീനിവാസൻ ജ്വലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓർമ്മകളിലെ വെളിച്ചമായി ശ്രീനിവാസൻ ഇനിയും ഉണ്ടാകും. വിനീത് ശ്രീനിവാസനെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയാത്തത്ര നിർനിമേഷനായി ആ ചിതയിലേക്ക് നോക്കി നിൽക്കുന്ന വിനീത് ശ്രീനിവാസനെ കാണാം. അച്ഛൻ്റെ പാത പിന്തുടർന്ന് ആദ്യം സിനിമാ ലോകത്തേക്ക് എത്തിയത് വിനീതാണ്. വിനീത് ഗായകൻ എന്ന നിലയിൽ യുവജനോത്സവ വേദികളിലൂടെയാണ് ആദ്യം വരുന്നത്. ഗായകനായും പിന്നീട് നടനായും സംവിധായകനായും നിർമ്മാതാവായും എല്ലാം അച്ഛനെ പോലെ തന്നെ സിനിമയുടെ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള മകനാണ് വിനീത് ശ്രീനിവാസൻ. വിനീത് മടങ്ങുകയാണ്.